അജിക്ക് രാവിലെ എണീച്ച് ജയനാണ് കാറൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 8 മണി ആയി ഓൾറെഡി. 9 മണിക്ക് ഇവിടെ ഇറങ്ങാനാണ് പ്ലാൻ. സിറ്റി സെൻറ്ററിലേക്ക് ഇവിടുത്തെ ഏകദേശം 10-12 കിലോമീറ്റർ കൂടുതലുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ഹൈദരാബാദ്. വെൽക്കം ടു ട്രാവൽ ടിപ്സ്. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് ദിവേഷിൻ്റെ വീട്ടിലാണുള്ളത്. ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ദിവേഷ് എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് കമ്പനി മാക്സിമിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതായിരുന്നു ഗുജറാത്തില്. യെസ്, നമ്മളപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ദിസ് ഈസ് ദിക്ഷ. ഹായ്. ദിവേഷിന്റെ വൈഫാണ്. ദിവേഷിന്റെ വൈഫാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവരുടെ കല്യാണത്തിനൊക്കെ പോയിരുന്നു ഗുജറാത്തിൽ, കഴിഞ്ഞ ജനുവരി സമയത്ത്. അതെ, യെസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ഇപ്പോൾ സമയം 10 മണിയായി. 9 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് ലേറ്റായി പോയി. നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് എങ്ങടാ? പ്ലാൻ ദിവേഷാണ് ഇന്നത്തെ ഫുൾ കോർഡിനേഷൻ. അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിലോട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലുള്ള ഗോൽക്കൊണ്ട ഫോർട്ട്. ദിവേഷും ദീക്ഷയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവരെന്തൊക്കെ കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് വീഡിയോയിൽ വരാൻ ചെറിയൊരു ചമ്മലുണ്ട് അല്ലേ? പിന്നെ അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. 30 റുപ്പീസാണ് നമ്മൾ പാർക്കിംഗ് കൊടുത്തത്. ഇവിടെ നിന്ന് നിറയെ ഷോപ്പുകളുണ്ട്. ഫോർട്ട് ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രി. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഫോർട്ടിൻ്റെ ഉള്ളിൽ ട്രൈപോഡ്സ് അലൗഡ് അല്ല, ക്യാമറ അലൗഡാണ്. പ്രത്യേകതരം നിയമമാണ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ട്രൈപോഡ് തിരിച്ച് കാറിൽ വയ്ക്കാൻ വേണ്ടി വന്നതാണ്. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ നമുക്ക് ഫോർട്ടിൻ്റെ ഞാൻ കാറിലേക്ക് ട്രൈപോഡ് വയ്ക്കാൻ വന്നു. ഇവരെയും ദിവേഷും അവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, ടിക്കറ്റൊക്കെ എടുത്തു. നല്ല വെയിലുണ്ട്. നല്ല വെയിൽ, കുറച്ച് നേരത്തെ വരണമായിരുന്നു. അതെ, കുറച്ച് വൈകി പോയി. ടിക്കറ്റ് എത്ര ഒരാൾക്ക്? 25 റുപ്പീസ്. നമ്മളവിടെ ട്രൈപോഡ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിൽ കൊണ്ടുവച്ചു. പക്ഷെ കുറേ ആൾക്കാരെ കണ്ടു ട്രൈപോഡൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അതാണ് ഫോർട്ടിൻ്റെ എൻട്രി പോയിന്റ്. ട്രൈ ഇത് എക്കോ പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ കേൾക്കുന്ന സമയത്ത് എക്കോ ഇവിടെ നമ്മൾ എന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും എക്കോ വരും. ഇതെന്താ അറിയോ? പുളിക്കടവ് അല്ല, മരിച്ചവരുടെ ഇത് ചെയ്യുന്ന സ്ഥലം. മോർച്ചറി ബർത്ത്. ഓ, built in the style of Persian and Turkish birth, the mortuary is used. Okay. ഈ ആഫ്റ്റർ ഡെത്ത് റിച്വൽസ് ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോസസ് അവിടെ കുറെ എന്തൊക്കെ കാണാൻ. അതിനകത്തേക്കൊക്കെ ഉണ്ട്. അങ്ങോട്ട് കണ്ട്. അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല, ഇതുവരെ എൻട്രി ഉള്ളൂ. അവരുടെ എക്കോ വരുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോൽക്കൊണ്ട കോട്ട തെലങ്കാനയിലെ ഹൈദരാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ കോട്ടയാണ്. ഇത് 12-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശം നിർമ്മിച്ച ഒരു മണ്ണുകോട്ടയാണ്.
പിന്നീട് കുത്തബ് ഷാഹി രാജവംശം ഇത് കല്ലുകോട്ടയായി വികസിപ്പിച്ചു. ഈ കോട്ട അതിൻ്റെ ശബ്ദ പ്രതിധ്വനി സാങ്കേതികവിദ്യ, അതായത് എക്കോ സാങ്കേതികവിദ്യ കൊണ്ട് പ്രശസ്തമാണ്. ഓക്കെ, ഈ സ്ഥലമാണ് ദ അസ്ലാ ഖാന. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പീരങ്കിയുടെ ഉണ്ടകളൊക്കെ കിടക്കുന്നുണ്ട്. വാവ്, സ്റ്റോണ്, നയൺ, നിറയെ പീരങ്കികളൊക്കെ ഉണ്ട് കേട്ടോ. ആ, സിസ്റ്റർമോത്തി മോസ്ക്, ഫോർട്ടിലെ മോസ്കാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാലുകളാണ് കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാം വവ്വാലാണ്. ഇവിടെ ഈ കോർണറിലുള്ളതെല്ലാം വവ്വാലാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് പഴയ ഒരു ടൈമിങ് സെറ്റപ്പ് ആയിരുന്നു. അതായത് ഇതിൻ്റെ ഇവിടെ ലൈറ്റ് വരുന്നതിനനുസരിച്ചിട്ട് പണ്ട് ഇവിടെ സമയം എത്രയാണെന്നുള്ളത് ഇത് വെച്ച് അവർ കണക്കാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ടല്ല, സോറി, ഇത് ഇവിടുത്തെ സ്റ്റേജാണ്. ഇവിടെ പണ്ട് ഡാൻസും സംഭവങ്ങളും രാജാവിന് കാണാൻ വേണ്ടി ഡാൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇതൊരു പ്രത്യേക തരം കോട്ടയാണ് കേട്ടോ. ഇതിങ്ങ് ഒരുപാട് പരന്ന് കിടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. അതായത് സ്റ്റെപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോരോ സംഭവങ്ങളും. ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. എങ്ങനെയുണ്ട് ഫോർട്ട്? എന്താണ് അഭിപ്രായം? ഫോർട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്നു, ഒരു 9 മണി 10 മണി സമയത്തൊക്കെ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി വന്നത്. കാരണം നമ്മൾ ഇന്നലെ വന്ന് വിചാരിച്ച് കുറച്ചധികം റെസ്റ്റ് എടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് ഹൈദരാബാദിൻ്റെ സിറ്റി മുഴുവൻ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മുകളിലേക്ക് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഒരു 2 കിലോമീറ്റേഴ്സ് അത്രത്തോളം വരുന്ന സ്റ്റെപ്പുകളുണ്ട് ആക്ച്വലി. ഇവിടെ നിന്നുള്ള വ്യൂ അത് വേറെ ലെവൽ. ഫുൾ ഹൈദരാബാദ് സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് അവിടെ നോക്കി വെച്ചാൽ ആ ഫോർട്ടിൽ നമ്മൾ താഴെ നിന്നുള്ള ഡെഫിനിഷൻസ് ഒക്കെ മുകളിൽ നിന്ന് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇത് നമ്മൾ കണ്ട ഡാൻസിങ് സ്ഥലമല്ലേ നമ്മൾ വരുമ്പോ കണ്ട? അതെ, ഓക്കെ, വേറെ ലെവൽ. വാവ്, ഇവിടെ അങ്ങനെ സ്റ്റെപ്പ് കയറി വന്നാല് ഇവിടെ അമ്പലം. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. നേരെ വന്നു കഴിഞ്ഞാൽ വാവ്, ഹൈദരാബാദ് സിറ്റി മുഴുവനും കാണാം. Too big. യെസ്, താഴെ കാണുന്നത് ഫുള്ള് ഫോർട്ടാണ്. ഈ ഫോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ കോട്ടയുടെ ഭാഗങ്ങൾ ഞാൻ കേട്ടോ. ആ കോട്ട മതിൽ കാണുന്നതല്ലേ ഈ കാണുന്ന വഴിയാണ്ട. ഇതാണ് കോട്ടയിലേക്ക് പണ്ട് കാലത്ത് സാധാരണ ആയിട്ടുള്ള ആളുകൾ വന്നിരുന്ന ഇവിടെ. യെസ്, ഇത് കോട്ടയിലേക്ക് വരുന്ന വഴിയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്ന വഴി ഇതാണ്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഈ വരുന്ന വലിയ വഴിയാണ്. ഇതിൽ കൂടെയാണ് മെയിൻ മന്ത്രിമാരും അങ്ങനത്തെ VIPs എല്ലാം വന്ന് കയറിക്കൊണ്ടിരുന്നത്. കോട്ടയുടെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വന്ന ബിൽഡിംഗ് ആണ്. ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഹൈയസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടൊക്കെ കണ്ടിറങ്ങി എല്ലാവരും വളരെ ക്ഷീണിച്ചു. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ദിവേഷിനോട് ചോദിച്ചേക്കാം, ദിവേഷിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട്? ദിവേഷ്, ഹൗ വാസ് ഗോൽക്കൊണ്ട ഫോർട്ട്? It was good, but it was just too hot, right? Yeah, too hot. Disha Bulu. He is anyway not caring about anything. Incredible. Yes, ऐसे बोलना चाहिए. Incredible. कैसे बोलूं? It
was incredible and majestic monument. इतना बना के नहीं बोल रहा. Majestic monument. Just love this place, you know. നമ്മളിവിടെ ഹൈദരാബാദ് സിറ്റിയുടെ നടുവിലാണ്. കാറിവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫ്രം പിസ്ത ഹൗസ് കാർ പാർക്ക് ചെയ്തു. പാർക്കിങ് കഷ്ടമാണ്, ട്രാഫിക് ഉണ്ട് അത്യാവശ്യം. ബട്ട് നമ്മൾ ഈ കാണുന്ന അതന്നെയാണ് ശരിക്കും ചാർമിനാർ. ഓക്കെ, അങ്ങ് ദൂരെ കാണുന്നതാണ് ചാർമിനാർ. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ഇതാണ് പിസ്ത ഹൗസ്. चारमीनार तो हुआ टेक्निकली. हाँ स्ट्रेट ही देखना. ഓക്കെ, അതാണ് ചാർമിനാർ. നമ്മളിവിടെ പിസ്ത ഹൗസിലാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഓർഡർ ചെയ്ത ദീസ് ഗൈസ് ആർ വെജിറ്റേറിയൻസ്. लूना ट्राई तो സോ എന്താ വാട്ട് ഈസ് ദിസ്? ഐ മീൻ वेज निजाम हांडी. വെജ് നിസാം ഹണ്ടി ആൻഡ് ബട്ടർ കുൽച്ച, ബട്ടർ നാൻ. ഓക്കെ, ട്രൈ നാ. ബീൻസ് കറി. ആ, നമ്മുടെ ഞങ്ങൾ പറഞ്ഞ മട്ടൻ ബിരിയാണി വന്നിരിക്കുന്നു. ഇത് സിംഗിൾ ക്വാണ്ടിറ്റിയാണ്. സിംഗിൾ ക്വാണ്ടിറ്റി 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇനി വേറെ ഒന്നുണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത്, അത് 3 പേർക്ക് കഴിക്കാം. ഇതിൽ 4 പീസ് വരും. എൻ്റെ അവസ്ഥ നമ്മൾ ഇന്നലെ കഴിച്ച അതേ ഡിഫറെൻ്റാ? താങ്ക് യു. എന്താ പറയാ, പറയാം. കുങ്കുമപ്പൂ. How is gravy and naan? Good only? इसमें पनीर स्मैश करके डाला है. शायद लगा. अच्छी लग रही है सुनी. Tasty है? ഞാൻ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ചായ ഓർഡർ ചെയ്യുന്നത് സഫ്രാനി. കൊള്ളാം. നമ്മുടെ പാലട പായസം പോലെയൊക്കെ ഉണ്ട്. കുറച്ച് പാല് കുറുക്കി कुमकुमपू इटले. കുങ്കുമപ്പൂ ഉണ്ടോ? കുങ്കുമപ്പൂൻ്റെ सैफरन है ना इसमें? हाँ. നമ്മൾ ഭക്ഷണം കഴിച്ചു. നല്ല ഹൈദരാബാദി മട്ടൻ ബിരിയാണി കഴിച്ചു. അവർ വെജ് ആയതുകൊണ്ട് അവർ വെജ് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര ഹോണാടിയാണ്, നല്ല വർപ്പിക്കലാണ്. ഒടുക്കത്തെ ട്രാഫിക്കാണ്. ബാംഗ്ലൂരിൻ്റെ പോലുള്ള ട്രാഫിക് തന്നെയാണ്, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ എത്ര ഉണ്ട് ട്രാഫിക്, ബാംഗ്ലൂരിലെ ട്രാഫിക്കിന് അത്രയൊക്കെ തന്നെ. കാരണം ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സിറ്റീസ് ഇൻ ഇന്ത്യാനോ. എങ്ങനെയായിരുന്നു നീ എക്സ്പെക്ട് ചെയ്തിരുന്ന ഹൈദരാബാദ്? സിറ്റി അല്ല, ഇതിപ്പോൾ നമ്മൾ ബാംഗ്ലൂരിന് മറ്റേ മാർക്കറ്റിൽ പോകില്ലേ, അതേപോലെയൊക്കെ ഉള്ള ഫീലാണ്. ഈ സെൻറ്റർ ചാർമിനാർ സൈഡാണ്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ മുസ്ലിം ഭരണമായിരുന്നു പണ്ട്. ഇവിടെ ഒരുപാട് പേര് മുസ്ലിംസ് ആണെന്നുള്ളതും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വരുമ്പോഴാണ് ഇവിടെ ഒരുപാട് മോസ്ക് ഉണ്ട്. ഫുഡെല്ലാം മറ്റേ ചാർമിനാർ ടൈപ്പാണ്. അറബിക് സ്റ്റൈൽ ഫുഡാണ്. അതെനിക്കറിയില്ല. ചൗമഹല്ല പാലസ് ഇതും ഇവിടെ സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ അടുത്ത്, അവിടെ നിന്നൊരു വാക്ക് 800 മീറ്റേഴ്സ് ഉള്ളൂ. ചൗമഹല്ല പാലസ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ഫ്രീ. ഇന്ത്യൻ സിറ്റിസൺസ് 100 രൂപ, ചിൽഡ്രൻ ബിലോ 40 rupees, ഫോറിനേഴ്സ് 400, മൊബൈൽ ഫോട്ടോഗ്രാഫി 50 രൂപ. ഇതാണ് ഈ പാലസിൻ്റെ മെയിൻ ബിൽഡിങ്. പണ്ട് രാജാവൊക്കെ താമസിച്ചിരുന്ന
മെയിൻ ബിൽഡിങ് ഇതാണ്. അതൊരു ഗേറ്റാണ്, അതാണ് മെയിൻ ഗേറ്റ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഗേറ്റുകളാണ്. ഇവിടെ ഈ ബിൽഡിങ് ഇതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നമ്മളങ്ങനെ ചൗമാല പാലസ് കണ്ടിറങ്ങി. എന്താണെന്ന് അറിയില്ല, ആൾക്കാർക്ക് ട്രൈപോഡ് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ട്രൈപോഡ് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാലസിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് കുറേ സാധാരണ എല്ലാ പാലസിലും ഉണ്ടാകുന്നത് പോലെ തന്നെ കുറച്ച് ആൻറ്റിക് സാധനങ്ങൾ, പിന്നെ കുറച്ച് വിൻറ്റേജ് കാർസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല. നമുക്കിനി ചാർമിനാർ കാണാൻ പോകാം. നമ്മളിപ്പോൾ ഉള്ളതാണ് ലാഡ് ബസാർ. നിറയെ ഡ്രസ്സുണ്ട്. മാർക്കറ്റ് ഏരിയ ആണ്. അടുത്തൊരു മാർക്കറ്റ്. ഇതോ അങ്ങ് ദൂരെ കാണുന്നതാണ് ചാർമിനാർ. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ആക്ച്വലി നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലത്തെ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ പോലത്തെ മാർക്കറ്റ് ഏരിയ ആണ് ഇവിടെ. ചെറിയ സമൂസ ഫോൺ അടിച്ചിട്ടൊരു വെറുപ്പിക്കലാണ്. ഇത് ഇവിടുത്തെ ഈ ഒരു ഗ്രൗണ്ട് മുഴുവനും ഒരു മാർക്കറ്റാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ മാർക്കറ്റ്. ആ ഗ്രീൻ ഷർട്ട് ഒന്നായിട്ടല്ലേ ഫുൾ ഡ്രസ്സിൻ്റെ മാർക്കറ്റ്. ഇവിടെ ആ കാണുന്നതാണ് ചാർമിനാർ. ആക്ച്വലി നല്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള പ്ലേസിനെ അത്യാവശ്യം അവർ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി 1591 നിർമ്മിച്ചതാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോക ഭൂപടത്തിൽ സ്ഥാനം നേടി. ചാർമിനാർ എന്നാൽ 4 മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തുബ് ഷാ ആണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. ചാർമിനാറിൻ്റെ 4 പുറം ഇതേപോലത്തെ ചുമരുകളാണ്. ഇവിടെ ചെറുതായിട്ടൊരു അമ്പലം കാണുന്നുണ്ട്, ശ്രീ ഭാഗ്യലക്ഷ്മി ടെമ്പിൾ ചാർമിനാർ. ചാർമിനാറിൻ്റെ ഫ്രണ്ടിലുള്ള മാർക്കറ്റ്. ഇതൊക്കെ ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് ദ മുഗൾ ബേക്കറി. നമ്മൾ ആ ജോയ് ആൽക്കാർസ് കാണുന്നില്ലേ, അതിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡും കഴിച്ചത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ചുറ്റി വന്ന് ആ പാലസും കണ്ട് ചാർമിനാറും കണ്ട് ഇനി നമ്മൾ അങ്ങനെ പോകുന്നത് ഇനി നമ്മൾ ബിർള മന്ദിർ കാണാൻ പോകണം. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടന്നിറക്കും. നടന്ന് കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഫുൾ ടയേർഡായി. ഇതാണ് ബിർള മന്ദിർ. നമ്മൾ മുകളിൽ പോയിട്ട് വന്നു. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല. പക്ഷെ ഇത് അടിപൊളി സംഭവമായിരുന്നു. ഫുൾ മാർബിളൊക്കെ ആയിട്ട് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ അമ്പലമാണ്. അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. ഫുൾ സൺസെറ്റ് കണ്ട് ഇറങ്ങി. ഫുൾ ഹൈദരാബാദ് സിറ്റി അവിടെ നിന്ന് കണ്ട്, ഇൻക്ലൂഡിങ് അവിടെ ഒരു ബുദ്ധ സ്റ്റാച്യു, ഒരു ലേക്ക്, ഇവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള ഒരു വലിയ ബിൽഡിങ്, അതെല്ലാം മുകളിൽ നിന്ന് നല്ല ഭംഗിയിൽ കണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ടേറ്റ്. ടേറ്റ് എന്ന് വെച്ചാൽ എന്താണ് പഞ്ചാബിയിൽ ഗുജറാത്തിയിലോ പഞ്ചാബിയിലോ ആണ് വേർഡാണ്. വിച്ച് മീൻസ് പ്യുവർ മസാല. ടേറ്റ് മസാല, പ്യുവർ മസാല. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തേ? We are going veg since the people we are doing this veg. We already had veg non-vegetarian food, so we are having veg pizza, veg momos and veg pasta. Okay. ഇപ്പോൾ സമയം 8:30 ആവാറായി അല്ലേ? ഓക്കെ, വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ഇന്നലെ കഴിച്ച്
ഹൈദരാബാദ് കറങ്ങി അവസാനം ഞങ്ങൾ വീട്ടിലെത്തി. ദിവീഷിൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഇന്നുകൂടി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നാളെ ഏർലി മോർണിംഗ് നമ്മൾ ഇവിടുന്ന് ഔറംഗാബാദിലേക്ക് പോകും. അതെ, ആക്ച്വലി ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം നാഗ്പൂരിക്കായിരുന്നു പോകാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലായിടത്തും ഡിസ്കസ് ചെയ്തപ്പോ ഒരു 150 കിലോമീറ്റർ ഡിഫറൻസിൽ നമുക്ക് വേണമെങ്കിൽ ഔറംഗാബാദ് ഇൻഡോർ വഴി അങ്ങനെ ഗ്വാളിയർ പോകാം. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് നാഗ്പൂർ ഭോപ്പാൽ വഴി ഗ്വാളിയർ പോകാനായിരുന്നു. ഇപ്പൊ നാഗ്പൂറും ഭോപ്പാലും അങ്ങനെ ഹൈ ഒരുപാട് ഒന്നുമില്ല. അപ്പൊ പിന്നെ ഔറംഗാബാദ് വഴി ഇൻഡോർ ടച്ച് ചെയ്ത് പോകാന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. നാളെ പുതിയൊരു എപ്പിസോഡിൽ നാളെ മിക്കവാറും ഹൈദരാബാദ് ടു ഔറംഗാബാദ് വിഷ്വൽസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.